ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ഈ നോമ്പ് കാല ചിന്തകളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എല്ലാ നോമ്പുകളും നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി തരികയാണ്. നമുക്ക് ദൈവവുമായിട്ട് അടുക്കാനും നമ്മുടെ ജീവിത ശൈലി ഒന്ന് മാറ്റാനും അടുക്കും ചിട്ടയുള്ളതാക്കാനും സഹായിക്കുന്നതാണ് ഈ നോമ്പുകാലം. അതിനുവേണ്ടിയാണ് നമ്മുടെ പിതാക്കന്മാർ പല തരത്തിലുള്ള നോമ്പ്, 3 നോയമ്പ്, സ്ലേഹന്മാരുടെ നോയമ്പ്, നമ്മുടെ ഓഗസ്റ്റ് 15 മാതാവിനെ കുറിച്ചുള്ള നോയമ്പ്, സെപ്റ്റംബറിലുള്ള നോയമ്പ്, അതുപോലെ ക്രിസ്മസിന് മുമ്പുള്ള 25 നോമ്പ്. അങ്ങനെ നമുക്ക് പല തരത്തിലും ഓരോ ഇതിലും സ്ലീഹന്മാരെ കുറിച്ചും യോനയുടെ 3 ദിവസത്തെ മത്സ്യത്തിനകത്തുള്ള നോമ്പിനെ കുറിച്ചുമൊക്കെ നമ്മളെ ഒരുക്കുന്നതിന് വേണ്ടി, നമ്മളെ പ്രാർത്ഥിക്കുന്നതിനും ബൈബിൾ പഠിക്കുന്നതിനും ഉള്ള ഒരു അവസരമായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ സാക്രിഫൈസ് ചെയ്യാൻ, വേണ്ടെന്ന് വെക്കുക, അതുപോലെ മറ്റുള്ളവരുമായിട്ട് റീകൺസിലിയേഷൻ ചെയ്യുക എല്ലാവരുമായിട്ട്, അതുപോലെ കുറച്ചുകൂടി കരുണയുള്ളവരും സ്നേഹമുള്ളവരുമായിട്ട് മാറുക. ഇതിനൊക്കെ പുറമെ കർത്താവിൻ്റെ പഠിപ്പിക്കലുമായിട്ട് ഒരു സ്നേഹത്തിലാവുക, അത് ഫോളോ ചെയ്യാൻ പറ്റുക. അങ്ങനെ നമുക്ക് ദൈവവുമായിട്ട് അടുക്കാനുള്ള ഒരു അവസരമായിട്ട് തീരണം ഈ നോമ്പ്. നോമ്പ് നമുക്ക് നമ്മുടെ പിതാക്കന്മാരെ കുറിച്ച്, നമ്മുടെ അബ്രഹാം മുതൽ ജേക്കബ്, ജോസഫ്, പിന്നെ നമുക്ക് മോശ, അഹറോൻ, ജോഷുവ, ദാവീദ്, ദാനിയേല്, യെശയ്യാവ്, എസ്ര, നെഹമ്യാവ്, യോവേൽ, മാലാഖി, മീക, ഹബക്കൂക്ക്, അങ്ങനെ ഓരോ ബുക്കിലും നമുക്ക് വേണ്ടുന്ന എന്തെങ്കിലും ഒരു വചനം അത് നമുക്ക് ഈ നോമ്പുകാലത്ത് ധ്യാനിക്കാൻ കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൽ നല്ല പോസിറ്റീവായ മാറ്റങ്ങൾ വരുത്താൻ നമുക്ക് സഹായിക്കണം. ഈ നോമ്പിൽ നമുക്ക് ഒരു പുതിയ വ്യക്തിത്വങ്ങളായിട്ട് തീരാൻ, രൂപാന്തരപ്പെടാൻ നമ്മളെ സഹായിക്കുന്നതായിരിക്കണം നമ്മുടെ ഈ നോമ്പുകാലത്ത് നമ്മുടെ പ്രാർത്ഥനകളും മറ്റ് കാര്യങ്ങളെല്ലാം. കുറച്ചുകൂടി നേരം ദൈവവുമായിട്ട് സ്പെൻഡ് ചെയ്യാൻ നമുക്ക് പറ്റുന്ന, നമ്മുടെ പഴയ കാലത്തൊക്കെ നമ്മൾ അർദ്ധര പള്ളിയിൽ പോയി നോമ്പ് പിടിക്കുക, അല്ലെങ്കിൽ ഉച്ച കുമ്പിടാൻ പോവുക, വൈകുന്നേരം കൂടി നമസ്കാരങ്ങൾ ഉണ്ടാവുക, അങ്ങനെയൊക്കെ നമ്മൾ ഒരു സോഷ്യൽ ആക്ടിവിറ്റി ദൈവാലയവുമായിട്ട് നമ്മൾ അടുപ്പിക്കുന്ന ഒരു സന്ദർഭമായിട്ട് ഇത് മാറ്റി തീർക്കണം. അങ്ങനെ നമ്മളൊരു 50 ദിവസം ആ നോമ്പ് കഴിയുമ്പോൾ നമ്മളെ ആ നന്മകൾ, നമ്മൾ ശീലിച്ച ആ കാര്യങ്ങൾ അത് ഫോളോ ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ വരുത്താനും സമൂഹത്തിൽ മാറ്റങ്ങൾ വരുത്താനും പറ്റും. അതിനായിരിക്കണം നമ്മുടെ നോമ്പുകൾ. നമ്മൾ ദൈവവുമായിട്ട് അടുപ്പിക്കുന്ന ഒരു അവസരമായിട്ട് ഇതിനെ ഉപയോഗിക്കാം. പലതരം കൺവെൻഷനുകളും ദൈവവചനം കേൾക്കാനും ഒക്കെ നല്ല സൗകര്യമുണ്ട്. ഇപ്പോൾ യൂട്യൂബിൽ പോയാലും ഒക്കെ. അപ്പോൾ നമുക്ക് നമ്മളെ അകറ്റുന്ന ചിന്തകൾ, സ്ട്രെസ്സ്, സെൽഫിഷ്നെസ്, ഫോൾസ്ഹുഡ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റി സത്യത്തിൽ നടക്കാൻ. യോഹന്നാൻ ശ്ലീഹ പറയുന്നത്, എൻ്റെ മക്കൾ
സത്യത്തിൽ നടക്കുന്നു എന്ന് അറിയുന്നതിനേക്കാൾ നല്ല സന്തോഷം എനിക്ക് വേറെ ഇല്ല എന്നാണ് പറയുന്നത്. അത് ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് വേണ്ടുന്നതും അത് തന്നെയാണ്. നമ്മുടെ മക്കളൊക്കെ പല സ്ഥലങ്ങളിലായിട്ട് ചിതറിപ്പാർക്കുന്ന സമയത്ത് ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഒരിക്കലും പലരും പല സ്ഥലങ്ങളിലായിട്ട് നിൽക്കുന്ന ഒരു ഇതിൽ നമ്മുടെ മക്കൾ സത്യത്തിൽ നടക്കുന്നുണ്ട് എന്നറിയാൻ, ആ മക്കളെ സത്യത്തിൽ നടത്താൻ നമുക്ക് നമ്മുടെ ജീവിതം കൊണ്ട് ഒരു വഴികാട്ടിയാവാൻ നമുക്ക് കഴിയണം. അതിനായിട്ടായിരിക്കണം നമ്മുടെ ഈ നോമ്പുകാലത്തെ നമ്മുടെ ചിന്തകളും പ്രാർത്ഥനകളും പ്രവൃത്തികളും. നമ്മൾ ഒരു ക്രിസ്ത്യനാണ് എന്ന് പറയാൻ പഴയ കാലത്ത് ഞാൻ വായിച്ചിട്ടുണ്ട്. ക്രിസ്ത്യൻസിനൊക്കെ ഈ ബാങ്കിങ് മേഖലകളിൽ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളിലൊക്കെ ഏൽപ്പിച്ചു കൊടുത്തിരുന്ന ക്രിസ്ത്യാനിയാണ്. കാരണം ദേ ഹാഡ് എ ഫെയ്ത്ത്, നമ്മൾ തെറ്റ് ചെയ്യില്ല എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ആ വിശ്വാസം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? നമ്മുടെ പ്രവൃത്തി കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു വിശ്വാസം ഉണ്ടാവാൻ നമ്മുടെ പ്രവൃത്തികൾ നമ്മളെ സഹായിക്കട്ടെ. ഈ നോമ്പ് കാലം നന്നായി ജീവിക്കാൻ, പുതിയ ഒരു സൃഷ്ടിയാവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവ് നമ്മളെ ധാരാളമായിട്ട് സഹായിക്കട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ ചെറിയ ചിന്തയിൽ നിന്ന് വിരമിക്കുന്നു.